നമ്മളെ വീഡിയോ കാണുന്ന ആളുകളുടെ കൂട്ടത്തില് ബ്ലാക്ക് കളറിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ? ഞാൻ എപ്പോഴും വെള്ളയൊക്കെ ഇട്ടാണ് വീഡിയോയില്. ഇന്ന് ബ്ലാക്ക് ഷർട്ട് ഇട്ട് വന്നപ്പോൾ ഒരു ബ്ലാക്ക് കളറിലൊരു മുതലോടെ ഉണ്ട്. അപ്പൊ അഫിനോട് വന്നിട്ട് പറഞ്ഞു, ഏതായാലും കാക്കുന്ന ബ്ലാക്ക് ഷർട്ട് അല്ലേ, നമുക്കൊരു ബ്ലാക്ക് ബെൻസൺ പരിചയപ്പെടുത്തിയാലോ അല്ലേ? നമ്മളൊരു ഇതേപോലത്തെ വണ്ടി കച്ചവടക്കാരായതുകൊണ്ട് ഷർട്ടിനൊത്ത കളറിലെ വണ്ടിയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഭാഗ്യം കിട്ടില്ലേ? അൽഹംദുലില്ലാ, ദൈവത്തിന് നന്ദി. അതായത് ഇവിടെ നമ്മളടുത്ത് വൈറ്റ് ബെൻസും ഉണ്ട്, സിൽവർ കളർ ബെൻസും ഉണ്ട്, റെഡ് കളർ ബെൻസും ഉണ്ട്. അപ്പൊ നമ്മളടുത്ത് കറുപ്പ് കളർ വന്നപ്പോ ഒരു കറുപ്പ് കളറിലില്ലേ ബെൻസ്. കുറെ ആൾക്കാർക്ക് കറുപ്പിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കറുപ്പിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അല്ലേ? അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. വൈറ്റിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നമുക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. ബ്ലാക്കിൻ്റെതായ പ്രൗഡി ഉണ്ട്. ബ്ലാക്കിന് കറുപ്പിന് 7 അഴക് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 7 അഴകോട് കൂടിയുള്ള ഒരു കിഡിലം മെർസിഡീസ് ബെൻസ് ഇ ക്ലാസ് ആണ് പരിചയപ്പെടുത്തുന്നത്. E250. അതായത് ബെൻസ് എന്ന് മനസ്സിൽ വരുമ്പോ തന്നെ കുറെ ആൾക്കാരെ കണ്ണിൽ ഈ ഒരു രൂപം ഉണ്ടാവും, ഒരു സെഡാൻ കാറിൽ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇ ക്ലാസ്, എസ് ക്ലാസ്, സി ക്ലാസ് ഒക്കെ മനസ്സിൽ വരിക. അതായത് ആദ്യകാലം മുതലേ ഉള്ളൊരു മോഡലാണ് ഇ ക്ലാസ്. അതിൻ്റെ ഒരു ന്യൂ ഷേപ്പിൽ വന്ന 2015 മോഡലിൽ വന്ന ഓൺലി 52,000 കിലോമീറ്റർ ഓടിയ ഒരു അടിപൊളി വണ്ടി കേട്ടോ. നല്ല വൃത്തിയിലും വെടുപ്പിലും ഉള്ളൊരു വണ്ടി അല്ലേ? ഇത് അതർ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ആണ്. ഞങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും, NOCയിൽ എടുക്കാൻ പറ്റും, എല്ലാ മോഡലിലും പറ്റും. പിന്നെ ഏകദേശം 19 ലക്ഷം രൂപേൻ്റെ മുകളിൽ വില വന്നിരുന്ന വണ്ടി അല്ലേ? അതേ വൃത്തിയിലും അതേ നീറ്റിലും ചെറിയ അതായത് 15 അറിയുമ്പോൾ 10 വർഷത്തിന്റെ ഒരു പഴക്കത്തിന്റെ ചെറിയൊരു കമ്മികളല്ലാത്ത യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു അടിപൊളി വണ്ടി. ഇന്റീരിയർ ഒക്കെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നു. സ്റ്റിയറിംഗിലെ ബട്ടണോ കാര്യങ്ങളൊന്നും ഫെയ്ഡ് ആയിട്ടില്ല അല്ലേ? കാരണം മെർസിഡീസിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ് ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവും. ഇതാണോ, ഇതൊക്കെ പെട്ടെന്ന്. അതേപോലെ BMW വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഈ ഡോർ പേഡിൽ വരുന്നത്, അതേപോലെ ഈ ഡാഷിന്റെ ഇവിടെ വരുന്ന ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആവും. X1 3 സീരീസിലൊക്കെ കാണലുണ്ട്. അതേപോലെ ഓരോ വണ്ടിക്കും അതിൻ്റെതായ ഓരോ ചെറിയ പ്രശ്നങ്ങൾ, മാനുഫാക്ചർ ഡിഫക്റ്റ് ആണ് അല്ലേ? നമ്മൾക്ക് പ്രശ്നങ്ങളല്ല. അത് ഈ വണ്ടിക്ക് ഇതൊന്നും ഡാമേജ് ആയില്ല. കിലോമീറ്റർ ജെന്യൂൻ ആട്ടോ. പിന്നെ ഈ കിലോമീറ്ററിന്റെ കാര്യത്തിലാണെങ്കിലും മേജർ ആക്സിഡന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഫ്ലഡിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ഗ്യാരണ്ടി എഗ്രിമെന്റ് നമ്മുടെ സഫാരി കാർസിന്റെ എഴുതി ഒപ്പിട്ടിട്ടാണ് തരിക. അപ്പൊ ഒരു അടിപൊളി വണ്ടിയാണ് ഈ ക്ലാസ്. പിന്നെ ഇത് 250 ആണ്. ഈ ക്ലാസ്സിൽ തന്നെ 220 വരുന്നുണ്ട്, 200 വരുന്നുണ്ട്, 250 വരുന്നുണ്ട്, 350 ഒക്കെ വരുന്നുണ്ട്. 350 വരുമ്പോൾ V6 ഇഞ്ചിനാണ് വരിക അല്ലേ? 6 സിലിണ്ടർ ഇഞ്ചിനാണ് വരിക. 250ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജും ഉണ്ടാവും, ഓടിക്കാനും നല്ല കംഫർട്ടാണ്, മെയിൻ്റനൻസ് കമ്മിയാണ്. അപ്പോൾ ഈ ഒരു ഇ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണ് ലഫിയ ഈ ക്ലാസ്. നമ്മൾ മെർസിഡീസിൽ കൂടുതൽ ചിലപ്പോൾ വിറ്റിക്കുന്നതും ഈ ക്ലാസ് അല്ലേ? ഒട്ടനവധി വാഹനങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിഡിലം ഇ ക്ലാസ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് 2015 മോഡലിൽ 50,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനം. ഇത് ന്യൂ ഷേപ്പ് വരുന്ന ഹെഡ്ലൈറ്റ് ആട്ടോ. ഇതിന്റെ നേരെ 2010-11 കാലഘട്ടത്തെ വാഹനത്തിന്റെ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. 2 ഹെഡ്ലൈറ്റ് വരുന്നവര് അല്ലേ? ബോണറ്റില് ഇങ്ങനെ മേലൊക്കെ നിൽക്കുന്ന ലോഗോ ഭയങ്കര രസമാണ്. ഇനി അതിന്റെ മുന്നിലുണ്ട് റൗണ്ട് 2 ഹെഡ്ലൈറ്റ് വരുന്ന ഈ ക്ലാസ് ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അത്ര മോഡൽ വാഹനങ്ങൾ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ഈ ക്ലാസ്സിൽ ഇതിന് തൊട്ട് മുന്നേ മോഡൽ അവൈലബിൾ ആണ്. പഴയ മോഡൽ സ്റ്റോക്ക് ഉണ്ട്. അതിനൊക്കെ പ്രൈസ് പ്രൈസ് നമുക്ക് 10,90,000 തൊട്ട് മുന്നേ മോഡലുണ്ട്. 10,90,000. അത് കേരള രജിസ്ട്രേഷനിൽ 72,000 കിലോമീറ്റർ. അപ്പൊ ഈ ക്ലാസ്സിൽ പല ഓപ്ഷൻ നമ്മൾ എത്തുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളി. അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. ഇത് ന്യൂ ഷേപ്പ് വരുമ്പോൾ ഇതിന്റെ അലൈവിലും ഈ ഒരു ഗ്രേ ആൻഡ് സിൽവർ കളറിൽ കമ്പനി വന്ന വീൽ തന്നെയാണ്. മെർസിഡീസ് ബെൻസിന്റെ ലോഗോയോട് കൂടിയുള്ള വീല് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് കൂടുതൽ റിവ്യൂ ആയിട്ട് നമ്മൾ കാണിക്കണില്ല, ഒരുപാട് ചെയ്തതാണ്. പിന്നെ ഇതിന്റെ ഈ ക്ലാസിന്റെ നീളം വലിപ്പം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വീതി. കൂട്ടത്തിൽ കടക്കുമ്പോ ചിലപ്പോ അങ്ങനെ തോന്നില്ല. റോഡിൽ വരുന്ന കാണാനാണ് ഇതിന്റെ ഭയങ്കര ലുക്കാണ് അല്ലേ? ബൂട്ട് സ്പേസ് ഇപ്പൊ അഫിക്കുവാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറി കിടക്കാം, അത്ര സ്പേസ് ഉണ്ട് ലഫിയ. അതേപോലെ ഇതിന്റെ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ എല്ലാവിധ ടൂൾസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഏത് ഭാഗം കൊണ്ടും നല്ല വൃത്തിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അയ്യോ, എന്താ വിശേഷം? കുറേ സൈക്കിൾ പാർട്ടികളുണ്ടല്ലോ. എവിടേക്ക് ഇറങ്ങിയതാ? റൈഡിനിറങ്ങിയ? എത്ര ആളുണ്ട്? ഫുൾ ടീമുണ്ട്. 6 ആൾക്കാരോ? നോക്കിപ്പോയി. ബ്രേക്കൊക്കെ അല്ലേ? ആ ടീമാളെ നോക്കാം. വണ്ടി പ്രാന്തന്മാരാണൊക്കെ. ഒക്കെ ബ്രേക്കും ബെല്ലും ഇല്ലാതെ റൈഡിന് വന്നിരിക്കണ് സൈക്കിൾ പ്രാന്തന്മാരാണ്. സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും അല്ലേ?
ഇത് നമ്മളെ പിന്നെ ഒരു ഫാമിലി മെമ്പർ തന്നെ കേട്ടോ, നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. ഗഫൂറാക്കയാണ് പേര് അല്ലേ? ഗഫൂർക്ക നമ്മളെ കരുവാരനിലെ പഴയ വണ്ടി കച്ചവടക്കാരനാണ്. ഓൾഡ് ഡ്രൈവർ ആ ബസ്സില് ഇപ്പൊ ലോറിയിൽ പോയിരുന്നു അല്ലേ? ഇപ്പൊ റെസ്റ്റിലാണ്. ഇപ്പൊ നമ്മള് ഒരു 3 മാസമായിട്ട് റെസ്റ്റിലാണ്, ചെറിയൊരു ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഇനി എന്താ ഇപ്പൊ ഇനി ഡ്രൈവിനൊന്നും ഇല്ല. ഇല്ല പോകും. അല്ലല്ല, നിങ്ങൾ 3 ദിവസം റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ പോകും. കൂടുതൽ വെറുതെ താല്പര്യം കമ്മിയാണ്. അപ്പൊ അതേപോലെ വണ്ടി കച്ചവട ബ്രോക്കർ ആയിരുന്നു, ലോറി ഡ്രൈവർ ആയിരുന്നു അല്ലേ? ഇപ്പോഴും നീച്ചാൻ പറ്റാതെ ഇങ്ങോട്ട് ഇരിക്കുന്ന ടൈമിൽ ഒരു ജീപ്പ് ഒരു ഫെബ്രുവരിന്റെ ഇടയിൽ ഒരു ജീപ്പ് കച്ചവടം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കച്ചവടം ഒക്കെ ചെയ്തു തരലുണ്ട് കേട്ടോ. ഇവിടെ വന്ന് വണ്ടി നമുക്ക് തരും, വണ്ടി നമുക്ക് പുറത്തേക്ക് കച്ചവടമാക്കും. അപ്പൊ മൂപ്പരെ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഞങ്ങളിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞങ്ങൾ വീഡിയോ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരാട്ടോ. ഇവിടെ സ്ഥാപനത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾ വരലുണ്ട്. ഇത് ജസ്റ്റ് ഒരു വ്ളോഗ് മാറി നിങ്ങൾ കൂട്ടി, കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ലഫിയ. അതായത് ഈ 250 എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ നമുക്ക് ഇതിന്റെ പുറകിൽ കാണാൻ പറ്റും. CDI മെർസിഡീസ് ബെൻസിന്റെ ലോഗോ, പിന്നെ 2 എക്സോസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ ബാക്ക് വാങ്ങുകൊണ്ട് നല്ല ലുക്കാണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷം കാണിക്കാല് ഇതിന്റെ ഇന്റീരിയർ ഭാഗമാണ്. അതായത് പനോരമിക് സൺറൂഫ് വരുന്ന മോഡലാണ്. കളർ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. അതായത് ഈ സീറ്റിൽ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ പരിക്ക് വരുന്ന സ്ഥലമാണ് അല്ലേ? ഡ്രൈവിംഗ് സീറ്റിന്റെ ഈ സൈഡ്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകളും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഫാൻ്റെ ഒന്നും വലിയ കുഴപ്പമില്ല, അഫിൻ്റെ കുഴപ്പമില്ല. ജീൻസിന്റെ ഫാൻറ് അതേപോലെ ബട്ടൺസ് ഒക്കെ അല്ല ഫാൻ്റെ ഇട്ടിരുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ കൊളുത്തി വലിച്ചും. അതേപോലെ ഒരുപാട് ഡാമേജ് വരുന്ന ഒരു ഏരിയയാണ് സീറ്റ്. ചെറിയൊരു ഡാമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. കസ്റ്റമർക്ക് തരുമ്പോൾ ഒരു പുതിയ ഫീല് പോളിഷിംഗ്. അതെ. അപ്പൊ ഇതിന്റെ സെൻട്രൽ കൺസോൾ ഉണ്ട്. നിങ്ങൾ നിങ്ങൾക്കൊന്നും കാണുന്നില്ലല്ലോ, ഞാൻ കാണിച്ചുതരാം. കുറേ വീഡിയോയിൽ കാണിച്ചാട്ടോ, കണ്ടോലൊക്കെ സ്കിപ്പ് ചെയ്തോളി. അതായത് ഈ സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡറും രാഷ്ട്രീയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരും. അതേപോലെ ഈ ഒരു ഡിസ്പ്ലേൻ്റെ യൂണിറ്റാണ്, ഇത് നോബാണ്. ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊരു മൗസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ USB പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ഓപ്ഷൻസും വരുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ്, ഒട്ടനവധി എയർ ബാഗുകൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡൽ കൂടിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇന്റീരിയറാണിത്. ബീച്ച് കളർ എനിക്കും ഇഷ്ടമാണ് അല്ലേ? ചില ആൾക്കാർക്ക് ബ്ലാക്ക് ആക്കാരം, ചില ആൾക്കാർക്ക് ബ്രൗൺ ആക്കാരം. പിന്നെ ഒരു വുഡ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടേ ഒരു പ്രീമിയം ടച്ച് തരുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഏത് ഭാഗം കൊണ്ട് നോക്കുമ്പോഴും കാണാൻ പറ്റുക. നിങ്ങൾക്ക് അതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതുണ്ടോ ഇതിൻ്റെ റൂഫ്, പനോരമിക് റൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് നമ്മൾ ഇതുണ്ടോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങൾ, മെമ്മറി ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലത്തെ ചെറിയ ഫീച്ചേഴ്സ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലുള്ള ഫീച്ചേഴ്സ് പറഞ്ഞാൽ അതിന് കട്ടിങ്ങാനും ഉണ്ടാവും അല്ലേ? മെർസിഡീസ് ബെൻസ് ആണ് അല്ലേ? ലോകത്ത് ആദ്യമായിട്ട് കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ് അല്ലേ? മെർസിഡീസ് ബെൻസ് ആണ്. ആദ്യമായി കാർ കണ്ടുപിടിച്ചത് മെർസിഡീസ് ബെൻസ് ആണ്. അതിന്റെ ഒരു ചരിത്രം തന്നെ പറയാനുണ്ട്. എനിക്കറിയോ ചരിത്രം ഇല്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അവിടെ ചരിത്രം അവിടെ ഉണ്ട്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം കേട്ടോ. കേട്ടിട്ടില്ല? ബെൻസിന്റെ ചരിത്രം കേട്ടിട്ടില്ല? നാളെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞാനൊരു ചരിത്രത്തിന്റെ അതിന്റെ ഒരു ബെൻസിന്റെ ചരിത്രം തന്നെ നമുക്ക് വീഡിയോ എടുക്കാം അല്ലേ? അത് നമുക്കൊരു അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഇതിന്റെ ബാക്ക് സ്പേസും അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ സൈഡിൽ പിന്നെ കർട്ടൻ വരുന്നുണ്ട്. ആ കർട്ടനൊക്കെ നമുക്ക് അടിപൊളി ഉപയോഗപ്പെടും. നല്ല വെയിലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറകിലിരുന്നൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അടിപൊളിയായിട്ട് ഉപയോഗപ്പെടും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ യാത്രാ കംഫർട്ടാണ് അല്ലേ? യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അടിപൊളിയാണ്. 250 350 ഒക്കെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പറ്റും. അടിപൊളി പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡ്രൈവ് ചെയ്ത് കാണിക്കണമെന്നില്ല അല്ലേ? നമ്മൾ കുറേ വീഡിയോ എടുത്താലേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തി. പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട് കേട്ടോ. അത് 250 ആകുമ്പോൾ ഒരു 12-13 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും അല്ലേ? 12-13 എന്തായാലും കിട്ടും. നിങ്ങളുടെ ഡ്രൈവിങ്ങിനനുസരിച്ചാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ക്ലോക്കൊക്കെ കാണുന്നുണ്ട്. ഇതാണ്ടോ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ അല്ലേ? ഒരു ഭാഗം കൊണ്ട് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒരു മെർസിഡീസ് ബെൻസിന്റെ ഈ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി സി ക്ലാസ് ആണെങ്കിൽ അതുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ഓടിച്ച് കാണിച്ചു കൊടുക്കാം. അതായത് പ്രീമിയം സെഗ്മെന്റിൽ ലഫിയ ഒരു അടിപൊളി മിനി കൂപ്പർ ഉണ്ട്. അതേപോലെ മെർസിഡീസ് ബെൻസിന്റെ ചെറിയ കിലോമീറ്റർ ഓടിയ GLA ഒട്ടനവധി ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് മൈലേജ് കൂടുതലും മെയിൻ്റെനൻസ് കമ്മി. അതായത് പുതിയ മോഡലും 2018-19 മോഡലും ഉണ്ട്. GLA 200 നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ GLC
വെറും 39,000 കിലോമീറ്റർ കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മോഡലാണ് GLC. ഇത് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അത് 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ കാണിച്ച E-Class 50 ചില്ലാനെ കിലോമീറ്റർ ഓടിയുള്ളൂ. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു ഇതൊക്കെ എന്താ കിലോമീറ്റർ കമ്മി, കിലോമീറ്റർ കൂടുതലല്ലേ നമ്മളെത്തുണ്ട് അല്ലേ? അതെ, അതൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഐറ്റംസും ഉണ്ട്. നോക്കാം. പിന്നെ റേഞ്ച് റോവർ ഇവോക്കുകൾ ഉണ്ട്, BMW ന്യൂ ഷേപ്പിൽ വരുന്ന X1 ഉണ്ട്, X3 ഉണ്ട്. അതേപോലത്തെ വണ്ടികളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. Audi A4 ഉണ്ട്. ഇനി വൈറ്റ് E-Class വേണ്ടവർക്ക് ഇതാക്കണു, വൈറ്റ് E-Class വേറെ ഉണ്ട്. അതായത് ഒട്ടനവധി വാഹനങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പൊ തീർച്ചയായിട്ടും ഒരു വണ്ടി കാണിക്കുമ്പോ തന്നെ എല്ലാം പറയാലോ നമുക്ക് അല്ലെ. വൈറ്റ് E-Class വേണ്ടവർക്ക് അതുണ്ട്, ബ്ലാക്ക് ക്രിസ്റ്റ വേണ്ടവർക്ക് ഉണ്ട്, ബ്ലാക്ക് ക്രിസ്റ്റ, Audi A6, അതേപോലെ BMW ന്റെ ഓട്ടോ പാർക്കിംഗ് ഒക്കെ വരുന്ന കിഡിലും 5 സീരീസ്. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു വ്ളോഗായിട്ട് കൂട്ടണം, പ്രൊഫഷണൽ റിവ്യൂ ആയിട്ടൊന്നും കൂട്ടരുത്. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കാണുന്ന ആളുകൾക്ക് നമ്മൾ ഇനി എന്നും വീഡിയോ എത്തിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബ്ലാക്ക് വാഹനങ്ങളാണോ വൈറ്റ് വാഹനങ്ങളാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം കളറൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കൂടുതൽ ആൾക്കാർ പറഞ്ഞ കളറും വാഹനങ്ങളൊക്കെ ചർച്ച ചെയ്തൊക്കെ ഒന്ന് എത്തിച്ച് അതിനെ പറ്റി അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.